നോമ്പിൻ്റെ ഈ ദിവസം നമ്മൾ ധ്യാനിക്കുന്നൊരു വിഷയം, ജീവിതത്തിലെ എല്ലാ ശത്രുതകളും നമുക്ക് അവസാനിപ്പിക്കുക. കർത്താവ് ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്. കർത്താവിൻ്റെ ഒരു വചനം കേൾക്കാം. പ്രഭാഷകൻ്റെ പുസ്തകം 28-ാം അധ്യായം 6-ാമത്തെ തിരുവചനം. അവിടെ ഇങ്ങനെ പറയുന്നത്, ജീവിതാന്തം ഓർത്ത് ശത്രുത അവസാനിപ്പിക്കുക. കർത്താവ് വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുക, ഈ നോമ്പ് ആചരിക്കുമ്പോൾ, നമ്മൾ ഒരുപാട് ഈ നോമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ കർത്താവ് നമ്മളോടും പറയുന്നൊരു കാര്യം ഇതാ, നിനക്ക് ആരോടെങ്കിലൊക്കെ ശത്രുതയുണ്ടോ? ചിലപ്പോൾ അത് ജീവിത പങ്കാളിയോടായിരിക്കാം, അല്ലെങ്കിൽ മക്കളോടായിരിക്കാം, അല്ലെങ്കിൽ മാതാപിതാക്കന്മാരോടായിരിക്കാം, അല്ലെങ്കിൽ സഹോദരങ്ങളോടായിരിക്കാം, അയൽവാസികളോടായിരിക്കാം, അല്ലെങ്കിൽ സഹപ്രവർത്തകരോടായിരിക്കാം, അല്ലെങ്കിൽ സഹപാഠികളോടായിരിക്കാം, ആരോടായിക്കോട്ടെ. പക്ഷെ കർത്താവ് നമ്മളോട് പറയുന്നൊരു കാര്യം ഇതാണ്, എന്തിൻ്റെ പേരിലാണെങ്കിലും നിൻ്റെ ഉള്ളിൽ ആരോടും ശത്രുത പാടില്ല. എന്നൊരുപാട് പേര് പറയുന്നൊരു കാര്യമാണ്, ഞാൻ മരിച്ചാലും ഞാൻ അവരുമായിട്ട് രമ്യതയിൽ പോകത്തില്ല, മരിച്ചാൽ പോലും എനിക്ക് അവരോട് ക്ഷമിക്കാനായിട്ട്, എനിക്ക് അവരോട് ഒത്തുപോകാനായിട്ട് പറ്റത്തില്ല. പ്രിയമുള്ളവരെ, മരിച്ചിട്ടല്ലെന്നേ, ജീവിച്ചിരിക്കുമ്പോൾ, മരിച്ചിട്ട് എന്തും ചെയ്യാം നമുക്ക്, പക്ഷേ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ എല്ലാവരോടും സ്നേഹത്തിൽ, എല്ലാവരും സ്വീകരിച്ചുകൊണ്ട്, എല്ലാവരോടും പൊരുത്തപ്പെട്ട് രമ്യതയിലായി ജീവിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. കർത്താവ് കാണിച്ചു തന്ന മാതൃകയും അതുതന്നെയല്ലേ. കുരിശിൽ കിടക്കുമ്പോൾ ഈശോ പറഞ്ഞു, പിതാവേ അവരോട് ക്ഷമിക്കണമേ. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ, ന്യായം 100% ഈശോയുടെ ഭാഗത്തായിരുന്നു. ഈശോയെ മുഷ്ടി ചുരുട്ടി ഇടിച്ചു, മുഖത്ത് കാർക്കിച്ച് തൊപ്പി, ചമ്മട്ടി കൊണ്ടടിച്ചു, മുള്ളുകൾ കൊണ്ട് തലയിൽ കിരീടം വെച്ച് കൊടുത്തു, മറ്റുള്ളവർ മാറിയെന്ന് കളിയാക്കി, കാർക്കിച്ച് തുപ്പി, അങ്ങനെ പല രീതിയിലും ഈശോയെ പലതരത്തിലും വേദനിപ്പിച്ചു. 100% ന്യായം ഈശോയുടെ ഭാഗത്ത് തന്നെയായിരുന്നു. പക്ഷേ കുരിശിൽ കിടക്കുമ്പോൾ ഈശോ പിതാവായ ദൈവത്തോട് എന്നതാ പറഞ്ഞ്? അവിടെ നിന്ന് പറഞ്ഞ ഇപ്രകാരമാണ്, പിതാവേ അവർ ചെയ്യുന്നതെന്തെന്ന് അവരറിയുന്നില്ല, അവരോട് ക്ഷമിക്കണമേ. പ്രിയമുള്ളവരെ, ഓർക്കുക, നമ്മളെ ഒരുപാട് പേര് വേദനിപ്പിക്കുന്നുണ്ട്, നമ്മെ ഒരുപാട് പേര് നമ്മുടെ ജീവിതത്തെ തകർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം നമ്മൾ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്, ജീവിതത്തിൽ ഒരിക്കലും അവരുമായിട്ട് രമ്യതയിലായിരിക്കാൻ, ഒത്തുപോകാൻ എനിക്ക് പറ്റില്ല, അവരോടുള്ള ശത്രുത മാറ്റാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് കർത്താവ് നമ്മളോട് പറയുകയാണ്, എന്തിൻ്റെ പേരിലാണെങ്കിലും നീ എല്ലാവരോടുമുള്ള ശത്രുത അവസാനിപ്പിക്കുക. ചിലപ്പോൾ അയൽക്കാരുമായിട്ടുള്ള ശത്രുത മാറ്റി നീ രമ്യതയിലേക്ക് വരുമ്പോൾ കർത്താവിൻ്റെ ഇടപെടൽ നിൻ്റെ ജീവിതത്തിലുണ്ടാകും. ചിലപ്പോൾ സഹോദരങ്ങളുമായിട്ടായിരിക്കാം, ചിലപ്പോൾ സഹപ്രവർത്തകരുമായിട്ടായിരിക്കാം, ചിലപ്പോൾ സ്വന്തം ജീവിത പങ്കാളിയുടെ ആയിരിക്കാം, അല്ലെങ്കിൽ മക്കളോടായിരിക്കാം, മാതാപിതാക്കന്മാരോടായിരിക്കാം. അവരോടൊക്കെ ഉള്ള ശത്രുതയെല്ലാം അവസാനിപ്പിച്ചിട്ട് രമ്യതയിൽ വരാനായിട്ട് നീ ഈ നോമ്പിൽ തീരുമാനമെടുക്കുമ്പോൾ, ഈ നോമ്പ് നിൻ്റെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹപ്രദമായ വലിയ ദിവസങ്ങളായി മാറും. കർത്താവിൻ്റെ സ്നേഹം മുഴുവൻ അനുഭവിക്കാനായിട്ട് നിനക്ക് സാധിക്കും. അതുകൊണ്ട് വചനം ഓർക്കാം, ജീവിതാന്തമോർത്ത് ശത്രുത അവസാനിപ്പിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. മനസ്താപ പ്രകരണം. എൻ്റെ ദൈവമേ, ഏറ്റവും നല്ലവനും എല്ലാത്തിനും ഉപരിയായി സ്നേഹിക്കപ്പെടാൻ യോഗ്യനുമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്സിപ്പിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു. ദൈവമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എൻ്റെ പാപങ്ങളാൽ എൻ്റെ ആത്മാവിനെ അശുദ്ധമാക്കിയതിനാലും സ്വർഗം നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹയായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു. അങ്ങയുടെ പ്രസാദകര സഹായത്താൽ പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും ഞാൻ ദൃഢമായി പ്രതിജ്ഞ ചെയ്യുന്നു. ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കാനും ഞാൻ സന്നദ്ധയായിരിക്കുന്നു. ആമേൻ.